ഇന്ന് നമ്മൾ ഒരു അത്ഭുതകരമായ യാത്രയിലേക്ക് പോകാൻ പോകുകയാണ്, നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഒരു പ്രപഞ്ചത്തിലേക്ക്. നമുക്ക് ചുറ്റുമുള്ള ഈ ലോകം, തിളങ്ങുന്ന നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, ആകാശഗംഗകൾ, നമ്മുടെ ഭൂമി, ആകാശം, ഇതൊക്കെ നമ്മൾ കാണുന്നതല്ലേ? പക്ഷേ നിനച്ചാൽ അത്ഭുതം തോന്നും, ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ പ്രപഞ്ചത്തിന്റെ വെറും 5% മാത്രമാണ്. അതെ, 5% മാത്രം. ബാക്കി 95% എന്താണ്? അത് നമുക്ക് കാണാനോ സ്പർശിക്കാനോ നേരിട്ട് അനുഭവിക്കാനോ കഴിയാത്ത രണ്ട് വലിയ ശക്തികളാണ്: ഡാർക്ക് മാറ്റർ അഥവാ ഇരുണ്ട വസ്തു, ഡാർക്ക് എനർജി അഥവാ ഇരുണ്ട ഊർജം. അത്ഭുതം തോന്നുന്നില്ലേ? നമ്മൾ കാണുന്നതിനേക്കാൾ 5 ഇരട്ടി കൂടുതൽ എന്തോ ഒന്ന് ഈ പ്രപഞ്ചത്തിലുണ്ട്, പക്ഷേ അത് എന്താണെന്ന് പോലും നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ വീഡിയോയിൽ നമുക്ക് ഈ നിഗൂഢ ശക്തികളെക്കുറിച്ച് ഒരുമിച്ച് പഠിക്കാം. എന്താണ് ഡാർക്ക് മാറ്റർ? എന്താണ് ഡാർക്ക് എനർജി? എന്തുകൊണ്ട് നമുക്ക് അവയെ കാണാൻ കഴിയുന്നില്ല? എങ്ങനെയാണ് ശാസ്ത്രജ്ഞർ അവയുടെ സാന്നിധ്യം കണ്ടെത്തിയത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം. തയ്യാറാണോ? എങ്കിൽ ആരംഭിക്കാം. നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന പ്രപഞ്ചത്തിൽ നിന്നാണ്. നമ്മുടെ രാത്രി ആകാശത്ത് തിളങ്ങുന്ന നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, നമ്മുടെ സൂര്യൻ, ചന്ദ്രൻ, ഇവയെല്ലാം നമുക്ക് പരിചിതമാണ്. നമ്മുടെ ഗാലക്സി, മിൽക്കി വേ, അതിനപ്പുറം ദശലക്ഷക്കണക്കിന് മറ്റ് ഗാലക്സികൾ, ഇവയെല്ലാം നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്നവയാണ്. പക്ഷേ ഈ മനോഹരമായ കാഴ്ചകൾ പ്രപഞ്ചത്തിന്റെ വെറും 5% മാത്രമാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഈ 5% നമ്മുടെ സാധാരണ ദ്രവ്യം, അതായത് നമ്മൾ കാണുന്നതും അറിയുന്നതുമായ എല്ലാം: നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, പൊടിപടലങ്ങൾ, വാതകങ്ങൾ, എല്ലാം. പക്ഷേ ബാക്കി 95% എന്താണ്? അവിടെയാണ് ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയും വരുന്നത്. ഈ രണ്ട് ശക്തികളും പ്രപഞ്ചത്തിന്റെ ഘടനയും പരിണാമവും നിയന്ത്രിക്കുന്നു, പക്ഷേ അവ നമുക്ക് അദൃശ്യമാണ്. എന്തുകൊണ്ടാണ് അവ അദൃശ്യമായിരിക്കുന്നത്? അവ എന്താണ് ചെയ്യുന്നത്? അവയുടെ സാന്നിധ്യം എങ്ങനെ നമുക്ക് അറിയാം? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ നമുക്ക് ആദ്യം ഡാർക്ക് മാറ്ററിലേക്ക് ഒന്ന് എത്തിനോക്കാം. നമുക്ക് ആദ്യം ഒരു ചോദ്യം ചോദിക്കാം: എന്താണ് ഈ ഡാർക്ക് മാറ്റർ എന്ന് പറയുന്നത്? ഡാർക്ക് മാറ്റർ അഥവാ ഇരുണ്ട വസ്തു എന്നത് ഒരു പ്രത്യേക തരം ദ്രവ്യമാണ്. പക്ഷേ നമ്മൾ സാധാരണയായി കാണുന്ന ദ്രവ്യത്തിൽ നിന്ന് ഇത് വളരെ വ്യത്യസ്തമാണ്. നമുക്ക് ഇതിനെ കാണാൻ കഴിയില്ല. എന്തുകൊണ്ട്? കാരണം ഡാർക്ക് മാറ്റർ വെളിച്ചവുമായി യാതൊരു ഇടപെടലും നടത്തുന്നില്ല. അതായത് ഇത് വെളിച്ചത്തെ പ്രതിഫലിപ്പിക്കുന്നില്ല, ആഗിരണം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പുറപ്പെടുവിക്കുന്നില്ല. നമ്മുടെ കണ്ണുകൾക്ക് വെളിച്ചം ഇല്ലാതെ ഒന്നും കാണാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് ഡാർക്ക് മാറ്റർ നമുക്ക് അദൃശ്യമായിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു രസകരമായ കാര്യം പറയാം. ഡാർക്ക് മാറ്റർ നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും അതിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും. എങ്ങനെ? അതിന്റെ ഗുരുത്വാകർഷണബലം വഴി. ഒരു ഉപമ പറയാം. നമുക്ക് കാറ്റിനെ നേരിട്ട് കാണാൻ കഴിയില്ല, പക്ഷേ മരങ്ങളുടെ ഇലകൾ ആടുന്നത് കാണുമ്പോൾ നമുക്ക് കാറ്റ് ഉണ്ടെന്ന് മനസ്സിലാകും. അതുപോലെ ഡാർക്ക് മാറ്റർ നമുക്ക് കാണാൻ കഴിയില്ല, പക്ഷേ അതിന്റെ ഗുരുത്വാകർഷണബലം പ്രപഞ്ചത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്ക് നിരീക്ഷിക്കാൻ കഴിയും. ഡാർക്ക് മാറ്റർ പ്രപഞ്ചത്തിന്റെ ഏകദേശം 27%. അതായത് നമുക്ക് കാണാൻ കഴിയുന്ന സാധാരണ ദ്രവ്യത്തിന്റെ 5 ഇരട്ടിയിലധികം ഡാർക്ക് മാറ്റർ ഈ പ്രപഞ്ചത്തിലുണ്ട്. ഇത് ഒരു വലിയ കാര്യമല്ലേ? പക്ഷേ ഇതിന്റെ കൂടുതൽ രസകരമായ ഭാഗം എന്താണെന്ന് വെച്ചാൽ, ശാസ്ത്രജ്ഞർക്ക് പോലും ഇതിനെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലായിട്ടില്ല. എന്താണ് ഡാർക്ക് മാറ്റർ കൃത്യമായി? അത് എന്തിൽ നിന്നാണ് ഉണ്ടായത്? ഇതിന്റെ ഉത്തരങ്ങൾ ഇപ്പോഴും ഒരു നിഗൂഢയാണ്. എങ്ങനെയാണ് ഡാർക്ക് മാറ്റർ ഉണ്ടെന്ന് നമുക്ക് അറിയുന്നത്? ഡാർക്ക് മാറ്റർ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയില്ലെങ്കിൽ അത് ഉണ്ടെന്ന് ശാസ്ത്രജ്ഞർ എങ്ങനെ കണ്ടെത്തി? ഇതിന് ശാസ്ത്രത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. നമുക്ക് അവ ഒന്നൊന്നായി നോക്കാം. ഗാലക്സി റൊട്ടേഷൻ കർവ്സ്. ആദ്യത്തെ തെളിവ് വന്നത് ഗാലക്സികളെ നിരീക്ഷിച്ചപ്പോഴാണ്. 1970-കളിൽ ഒരു ജ്യോതിശാസ്ത്രജ്ഞയായ വേറ റൂബിൻ ഗാലക്സികളുടെ ചലനം പഠിച്ചു. ഒരു ഗാലക്സിയിൽ നക്ഷത്രങ്ങൾ അതിന്റെ കേന്ദ്രത്തിന് ചുറ്റും വട്ടം ചുറ്റുകയാണ്, അല്ലേ? സാധാരണയായി നമ്മുടെ സൗരയൂഥത്തിൽ സൂര്യന് അടുത്തുള്ള ഗ്രഹങ്ങൾ വേഗത്തിൽ ചുറ്റുന്നു, പുറത്തുള്ളവ മന്ദഗതിയിൽ ചുറ്റുന്നു. ഇത് ഗുരുത്വാകർഷണ നിയമങ്ങൾ അനുസരിച്ചാണ്. പക്ഷേ വേറ റൂബിൻ ഗാലക്സികളെ നോക്കിയപ്പോൾ അവർ ഒരു വിചിത്രമായ കാര്യം കണ്ടു. ഗാലക്സിയുടെ ബാഹ്യഭാഗങ്ങളിലുള്ള നക്ഷത്രങ്ങൾ പ്രതീക്ഷിച്ചതിലും വളരെ വേഗത്തിൽ ചലിക്കുന്നു. ഗാലക്സിയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ദ്രവ്യം മാത്രമുണ്ടെങ്കിൽ ഈ നക്ഷത്രങ്ങൾക്ക് അത്ര വേഗത്തിൽ ചലിക്കാൻ കഴിയില്ല. അവ ഗാലക്സിയിൽ നിന്ന് പുറത്തേക്ക് പറന്നുപോകേണ്ടതാണ്. പക്ഷേ അങ്ങനെ സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട്? കാരണം അവിടെ നമുക്ക് കാണാൻ കഴിയാത്ത ഒരു അധിക ദ്രവ്യമുണ്ട്. അത് ഗുരുത്വാകർഷണബലം ഉപയോഗിച്ച് ഈ നക്ഷത്രങ്ങളെ ഒരുമിച്ച് നിലനിർത്തുന്നു. ഈ അദൃശ്യ ദ്രവ്യത്തിനാണ് ശാസ്ത്രജ്ഞർ ഡാർക്ക് മാറ്റർ എന്ന് പേര് നൽകിയത്. ഗാലക്സി ക്ലസ്റ്ററുകൾ. നമുക്ക് ഡാർക്ക് മാറ്ററിന്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ സഹായിച്ച മറ്റൊരു തെളിവ് 1930-കളിൽ നിന്നാണ്. ജ്യോതിശാസ്ത്രജ്ഞനായ ഫ്രിറ്റ്സ് സ്വിക്കി ഗാലക്സി ക്ലസ്റ്ററുകൾ, അതായത് ഒരുപാട് ഗാലക്സികൾ ഒരുമിച്ച് ചേർന്ന ഒരു വലിയ ഗ്രൂപ്പ്, നിരീക്ഷിച്ചു.
അവൻ കണ്ടത് ഈ ഗാലക്സികൾ വളരെ വേഗത്തിൽ ചലിക്കുന്നുണ്ട് എന്നാണ്. അവയുടെ വേഗത അനുസരിച്ച് അവയെ ഒരുമിച്ച് നിലനിർത്താൻ നമുക്ക് കാണാൻ കഴിയുന്ന ദ്രവ്യം മാത്രം പോരാ. അവ തമ്മിൽ പിരിഞ്ഞുപോകേണ്ടതാണ്. പക്ഷേ അവ ഒരുമിച്ച് തന്നെ നിൽക്കുന്നു. എന്താണ് ഇതിന് കാരണം? സ്വിറ്റി പറഞ്ഞു, ഇവിടെ ഒരു അദൃശ്യ ദ്രവ്യം ഉണ്ട്, അത് ഈ ഗാലക്സികളെ ഒരുമിച്ച് പിടിച്ചു നിർത്തുന്നു. അവൻ തന്നെയാണ് ആദ്യമായി ഡാർക്ക് മാറ്റർ എന്ന പേര് ഉപയോഗിച്ചത്. ഗ്രാവിറ്റേഷണൽ ലെൻസിംഗ്. ഇനി ഡാർക്ക് മാറ്ററിന്റെ മറ്റൊരു രസകരമായ തെളിവ് നോക്കാം. ഗ്രാവിറ്റേഷണൽ ലെൻസിംഗ്. ഐൻസ്റ്റീന്റെ ജനറൽ റിലേറ്റിവിറ്റി എന്ന സിദ്ധാന്തം പറയുന്നത് ദ്രവ്യം ഉള്ളിടത്ത് ഗുരുത്വാകർഷണബലം പ്രകാശത്തെ വളക്കും എന്നാണ്. ഒരു ഗാലക്സി ക്ലസ്റ്ററിന് പിന്നിൽ നിന്ന് വരുന്ന പ്രകാശം നമ്മുടെ ടെലിസ്കോപ്പുകളിൽ എത്തുമ്പോൾ അത് വളഞ്ഞതായി കാണപ്പെടും, ഒരു ലെൻസിന്റെ പ്രഭാവം പോലെ. ശാസ്ത്രജ്ഞർ ഈ പ്രകാശം വളയുന്നത് നിരീക്ഷിച്ചപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ വളവ് സൃഷ്ടിക്കാൻ നമുക്ക് കാണാൻ കഴിയുന്ന ദ്രവ്യം മാത്രം പോരാ. അവിടെ കൂടുതൽ ദ്രവ്യമുണ്ട്, അത് പ്രകാശത്തെ വളക്കുന്നു. ഈ അധിക ദ്രവ്യം ഡാർക്ക് മാറ്റർ ആണ്. ഈ ഗ്രാവിറ്റേഷണൽ ലെൻസിംഗ് നമുക്ക് ഡാർക്ക് മാറ്ററിന്റെ സാന്നിധ്യം ഒരിക്കൽ കൂടി സ്ഥിരീകരിച്ചു. ഇനി ഡാർക്ക് മാറ്റർ പ്രപഞ്ചത്തിൽ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഡാർക്ക് മാറ്റർ ഇല്ലെങ്കിൽ നമ്മുടെ ഗാലക്സികൾ ഉണ്ടാകുമായിരുന്നില്ല. എന്തുകൊണ്ട്? കാരണം ഗാലക്സികൾ രൂപപ്പെടാൻ ഗുരുത്വാകർഷണബലം വഴി ദ്രവ്യം ഒരുമിച്ച് ചേരേണ്ടതുണ്ട്. നമുക്ക് കാണാൻ കഴിയുന്ന ദ്രവ്യം മാത്രമുണ്ടെങ്കിൽ അത് ഗാലക്സികളെ രൂപപ്പെടുത്താൻ പോരാ. ഡാർക്ക് മാറ്റർ ആ ഗുരുത്വാകർഷണ പശ ആണ്, അത് ഗാലക്സികളെ ഒരുമിച്ച് നിലനിർത്തുന്നു. അത്ഭുതം തോന്നുന്നില്ലേ? ഈ അദൃശ്യ ശക്തിയില്ലെങ്കിൽ നമ്മുടെ മിൽക്കി വേ ഗാലക്സി, നമ്മുടെ സൂര്യൻ, ഭൂമി ഇവയൊന്നും ഉണ്ടാകുമായിരുന്നില്ല. ഡാർക്ക് മാറ്റർ പ്രപഞ്ചത്തിന്റെ ഒരു അടിസ്ഥാന ഘടകമാണ്. അത് ഗാലക്സികളുടെ രൂപീകരണത്തിനും അവയുടെ ഘടന നിലനിർത്തുന്നതിനും അത്യന്താപേക്ഷിതമാണ്. പക്ഷേ ഡാർക്ക് മാറ്റർ ഇപ്പോഴും ഒരു നിഗൂഢയാണ്. അത് എന്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ശാസ്ത്രജ്ഞർ ഇതിന്റെ ഉത്തരങ്ങൾ തേടുകയാണ്. ചിലർ പറയുന്നു ഇത് ഒരു പുതിയ തരം കണികകളാകാം, നമുക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിയാത്തവ. മറ്റു ചിലർ പറയുന്നു ഇത് നമ്മുടെ ഗുരുത്വാകർഷണ നിയമങ്ങളെക്കുറിച്ചുള്ള പുതിയ ധാരണകൾ ആവശ്യപ്പെടുന്ന ഒന്നാകാം. എന്തായാലും ഡാർക്ക് മാറ്റർ ഒരു വലിയ രഹസ്യമാണ്, അത് പരിഹരിക്കാൻ ശാസ്ത്രലോകം കഠിനമായി ശ്രമിക്കുന്നു. ഇനി നമുക്ക് ഡാർക്ക് എനർജിയിലേക്ക് വരാം. ഡാർക്ക് മാറ്റർ 27%, ഡാർക്ക് എനർജി പ്രപഞ്ചത്തിന്റെ 68%. അതായത് പ്രപഞ്ചത്തിന്റെ ഭൂരിഭാഗവും ഈ ഇരുണ്ട ഊർജമാണ്. പക്ഷേ എന്താണ് ഈ ഡാർക്ക് എനർജി? ഡാർക്ക് എനർജി എന്നത് ഒരു അനന്തമായ ഊർജമാണ്, അത് പ്രപഞ്ചത്തെ വികസിക്കാൻ ഇടയാക്കുന്നു. നമ്മുടെ പ്രപഞ്ചം വലുതായിക്കൊണ്ടിരിക്കുകയാണ്, ഗാലക്സികൾ പരസ്പരം അകലുകയാണ്. പക്ഷേ ഈ വികാസം സാധാരണ വേഗതയിലല്ല, മറിച്ച് ത്വരിതപ്പെട്ടാണ് നടക്കുന്നത്. ഈ ത്വരിതപ്പെടുത്തലിന് കാരണമായ ശക്തിയാണ് ഡാർക്ക് എനർജി. അത്ഭുതം തോന്നുന്നില്ലേ? പ്രപഞ്ചം വലുതാകുന്നു എന്ന് നമുക്ക് അറിയാം, പക്ഷേ അതിന്റെ വേഗത കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ കാര്യമല്ലേ? ഈ കണ്ടെത്തൽ ശാസ്ത്രലോകത്തെ ഞെട്ടിച്ച ഒന്നാണ്. എങ്ങനെയാണ് ഇത് കണ്ടെത്തിയത് എന്ന് നോക്കാം. ഡാർക്ക് എനർജിയുടെ കഥ 1998-ലാണ് ആരംഭിക്കുന്നത്. 2 ശാസ്ത്രജ്ഞ സംഘങ്ങൾ സൂപ്പർനോവ കോസ്മോളജി പ്രോജക്ട് ഹൈസെഡ് സൂപ്പർനോവ സെർച്ച് ടീമും ദൂരെയുള്ള സൂപ്പർനോവകളെ നിരീക്ഷിച്ചു. സൂപ്പർനോവ എന്നാൽ എന്താണ്? അത് ഒരു നക്ഷത്രം പൊട്ടിത്തെറിക്കുന്നതാണ്, അത് വളരെ തിളക്കമുള്ളതായിരിക്കും. ഈ സൂപ്പർനോവകൾ ഒരു സ്റ്റാൻഡേർഡ് ക്യാൻഡിൽ പോലെയാണ്, അവയുടെ തിളക്കം അറിഞ്ഞാൽ അവ എത്ര ദൂരെയാണെന്ന് കണക്കാക്കാം. ഈ ശാസ്ത്രജ്ഞർ കണ്ടത് ഈ സൂപ്പർനോവകൾ പ്രതീക്ഷിച്ചതിലും മങ്ങിയതാണ് എന്നാണ്. എന്തുകൊണ്ട്? കാരണം അവ പ്രതീക്ഷിച്ചതിലും ദൂരെയാണ്. ഇതിനർത്ഥം പ്രപഞ്ചം പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ വികസിക്കുന്നു എന്നാണ്. അതുവരെ ശാസ്ത്രജ്ഞർ കരുതിയിരുന്നത് പ്രപഞ്ചത്തിന്റെ വികാസം മന്ദഗതിയിലാകുന്നു എന്നാണ്. കാരണം ഗുരുത്വാകർഷണബലം ഗാലക്സികളെ പരസ്പരം അടുപ്പിക്കാൻ ശ്രമിക്കും എന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ ഈ നിരീക്ഷണങ്ങൾ കാണിച്ചത് പ്രപഞ്ചം മന്ദഗതിയിലാകുന്നില്ല, മറിച്ച് വേഗത്തിൽ വികസിക്കുകയാണ് എന്നാണ്. ഈ ത്വരിതപ്പെടുത്തലിന് കാരണമായ ശക്തിയെ ശാസ്ത്രജ്ഞർ ഡാർക്ക് എനർജി എന്ന് വിളിച്ചു. ഈ കണ്ടെത്തൽ ശാസ്ത്രലോകത്തെ പൂർണ്ണമായി മാറ്റിമറിച്ചു. 2011-ൽ ഈ ഗവേഷണത്തിന് നോബൽ സമ്മാനം പോലും ലഭിച്ചു. ഡാർക്ക് എനർജി പ്രപഞ്ചത്തിന്റെ 68%. അതായത് പ്രപഞ്ചത്തിന്റെ ഭൂരിഭാഗവും ഈ ഊർജമാണ്. പക്ഷേ ഇത് എന്താണ് എന്ന് നമുക്ക് കൃത്യമായി അറിയില്ല. ചില ശാസ്ത്രജ്ഞർ പറയുന്നത് ഇത് ഒരു സ്ഥിരമായ ഊർജ സാന്ദ്രതയാണ്, ഐൻസ്റ്റീന്റെ സിദ്ധാന്തത്തിൽ കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്ന ഒന്ന്. മറ്റു ചിലർ പറയുന്നത് ഇത് സമയത്തിനനുസരിച്ച് മാറുന്ന ഒരു ഊർജമാകാം എന്നാണ്. ഡാർക്ക് എനർജി പ്രപഞ്ചത്തെ വികസിക്കാൻ ഇടയാക്കുന്നു. ഡാർക്ക് മാറ്റർ ഗാലക്സികളെ ഒരുമിച്ച് നിലനിർത്തുന്നുവെങ്കിൽ ഡാർക്ക് എനർജി അവയെ പരസ്പരം അകറ്റുന്നു. ഈ 2 ശക്തികളും പ്രപഞ്ചത്തിന്റെ പരിണാമത്തിൽ വലിയ പങ്ക് വഹിക്കുന്നു. ഡാർക്ക് എനർജി ഇല്ലെങ്കിൽ പ്രപഞ്ചം വികസിക്കില്ലായിരുന്നു, ഒരുപക്ഷെ ചുരുങ്ങിപ്പോയേനെ. പക്ഷേ ഡാർക്ക് എനർജിയും ഒരു വലിയ നിഗൂഢയാണ്. അത് എന്താണ്? എവിടെ നിന്നാണ് വരുന്നത്? അതിന്റെ ഉത്തരങ്ങൾ കണ്ടെത്താൻ ശാസ്ത്രജ്ഞർ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്.
ഒരുപക്ഷേ ഭാവിയിൽ നമുക്ക് ഇതിന്റെ രഹസ്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ കാണുന്ന പ്രപഞ്ചം, നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, ഗാലക്സികൾ ഇതൊക്കെ വെറും 5% മാത്രമാണ്. ബാക്കി 95% ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയുമാണ്. ഡാർക്ക് മാറ്റർ 27% ഗാലക്സികളെ ഒരുമിച്ച് നിലനിർത്തുന്നു. ഡാർക്ക് എനർജി 68% പ്രപഞ്ചത്തെ വികസിക്കാൻ ഇടയാക്കുന്നു. ഈ രണ്ട് ശക്തികളും നമുക്ക് അദൃശ്യമാണ്, പക്ഷേ അവയുടെ സാന്നിധ്യം പ്രപഞ്ചത്തിന്റെ ഓരോ കോണിലും നമുക്ക് അനുഭവിക്കാൻ കഴിയും. അത്ഭുതം തോന്നുന്നില്ലേ? നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഭൂരിഭാഗവും നമുക്ക് ഇപ്പോഴും ഒരു രഹസ്യമാണ്. ശാസ്ത്രജ്ഞർ ഈ നിഗൂഢതകൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നു. ഒരുപക്ഷേ ഭാവിയിൽ നമുക്ക് ഈ ശക്തികളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രപഞ്ചത്തിന്റെ കൂടുതൽ രഹസ്യങ്ങൾ അറിയാൻ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.